ഹായ്, നമുക്കിന്നേ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റിലൊരു ഗോബി മഞ്ചൂരി ഉണ്ടാക്കിയാലോ. അപ്പൊ 2 വലിയ സ്പൂൺ മൈദ, 3 സ്പൂൺ കോൺഫ്ലോറും 1 സ്പൂൺ അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കുറേശ്ശെ വെള്ളവും ചേർത്ത് നല്ല തിക്ക് ബാറ്ററായി മാവ് കലക്കിയെടുക്കണം. ഇനി ഇതിലോട്ട് കോളിഫ്ലവർ, ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് തിളച്ച വെള്ളത്തിൽ 10 മിനിറ്റ് കുതിർത്തി വെച്ചത് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അരമണിക്കൂർ മാറ്റിവെക്കാം. ഇനി ചൂടായ എണ്ണയിലിട്ട് 2 സൈഡും തിരിച്ചും മറിച്ചും ക്രിസ്പിയും ഗോൾഡൻ കളറും ആകുന്നത് വരെ ഫ്രൈ ചെയ്ത് മാറ്റിവെക്കണം. ഇങ്ങനെ എല്ലാ കോളിഫ്ലവറും ഫ്രൈ ചെയ്ത് മാറ്റിയതിനു ശേഷം ഇതേ പാനിലെ എണ്ണ മാറ്റി 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് 5-6 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും, 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും, 1 വലിയ സവോള ക്യൂബുകളാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 സ്പൂൺ ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിനു ശേഷം 2 ടേബിൾ സ്പൂൺ സോയാ സോസും 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1 ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയെടുത്തത് കൂടി ഒഴിച്ച് തീ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കട്ടിയാക്കി എടുക്കണം. ഇതൊന്ന് കുറുകി വരുമ്പോൾ വറുത്ത് വെച്ച് കോളിഫ്ലവർ കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കമോ സ്പ്രിംഗ് ഒനിയനോ മുകളിൽ വിതറിക്കൊടുത്താൽ ഗോബി മഞ്ചൂരി റെഡിയായി. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.